നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എൻ്റെ ഫാമിലെ പുതിയ ലോഡ് മുറ കുട്ടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി കുട്ടികളാണ്. അതായത് കസ്റ്റമർ ഇപ്പോൾ വരുന്നുണ്ട്. കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷനായിരിക്കുകയാണ് ഏത് കുട്ടിയെ തിരഞ്ഞെടുക്കണമെന്നുള്ള. അത്രമാത്രം ക്വാളിറ്റിയാണ് ഞാനിപ്പോൾ കീപ്പ് ചെയ്യാനുള്ളത്. അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ വന്ന് പുതിയ ക്വാളിറ്റിയിലും നല്ല, അതായത് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 150 രൂപ റേറ്റിലാണ് ഞാൻ ഈ ക്വാളിറ്റി കുട്ടികളെ കൊടുക്കുക. നിങ്ങളിപ്പോൾ ചോദിക്കാം, പല ഫാമിൽ 165, 175, 180 മേടിക്കുന്ന ഫാമുകളുണ്ട്. പക്ഷേ ഞാൻ 150 രൂപ മേടിക്കുമ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ മുതലാകുന്നു എന്ന് സാധാരണക്കാർ ചോദിക്കും. പക്ഷേ എൻ്റെ ബിസിനസ് ഏറ്റവും കൂടുതൽ ഞാൻ കൂട്ടാനാണ് ഞാൻ അതുവേണ്ടി 150 രൂപ റേറ്റിൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി ഉള്ളത് കൊടുക്കുക. അതുകൊണ്ട് കർഷകർക്ക് പ്രയോജനം ചെയ്ത് വീണ്ടും എന്നെ തേടി അടുത്ത കസ്റ്റമർ വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 150 രൂപ റേറ്റിൽ കൊടുക്കുന്നത്. എനിക്കിനി ഇതിൽ കുറച്ച് എനിക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഞാൻ 145 രൂപ വേണമെങ്കിലും ഞാൻ കൊടുക്കാം. പക്ഷേ അതിൽ കുറച്ച് എനിക്ക് കിട്ടാൻ ഞാൻ അതിനുവേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം 5 രൂപ കുറച്ച്, ഏറ്റവും കുറഞ്ഞ 5 രൂപ കുറച്ച് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാണ്ട ഇവർ വന്നു. രണ്ടാമത്തെ ദിവസം വന്ന് അവർ ആദ്യമുള്ള പനിയുടെ ഗുളികളെല്ലാം അവർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. പനിയുടെ ഗുളികൾ കൊടുത്തു കഴിഞ്ഞ് അവർക്ക് പുല്ലൊക്കെ കൊടുത്ത് ചെറിയ രീതിയിൽ തവിട് ഒക്കെ കൊടുത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വന്ന കുട്ടികൾ വരുന്ന അവർക്ക് മുറിവ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ആ മുറിവ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഹീൽ ചെയ്ത് അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ മൊത്തം ഉണക്കി റെഡിയാക്കിയതിന് ശേഷമാണ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നത്. ഇത് പല രീതിയിൽ പലയിടത്ത് ഒരാഴ്ച 6 ദിവസമൊക്കെ യാത്ര ചെയ്ത് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ ഫാമിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ എല്ലാം ചെയ്ത് അവർക്കുള്ള ആഹാരങ്ങൾ എല്ലാം ക്രമീകരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കസ്റ്റമറിൽ കൂടുതലും കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കുള്ള ആ ബിസിനസ്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ ഏത് കുട്ടികളും നല്ല ഉടനീളം, അതായത് കാൽപ്പൊക്കം, അതായത് ഹൈറ്റ്, ഉടനീളം എല്ലാം ഇണങ്ങിയ കുട്ടികളാണ്. അത് 150 കിലോ മുതൽ സ്റ്റാർട്ടിങ് ആണ്. 150 കിലോ, 160, 170 കിലോ, 190 കിലോ, 200 കിലോ, 220 കിലോ, 250 കിലോ എന്നീ നിരക്കിലുള്ള കുട്ടികൾ നമുക്ക് കണ്ട ഇത് ഈ കൂട്ടത്തിലുമുണ്ട്. മാക്സിമം നമ്മൾ ക്വാളിറ്റിയാണ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ നമ്മളെ തേടി വരാറുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ എൻക്വയറികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് നമ്മളെ ഫാമിൽ ഇതിൽ കൂടുതലും ക്വാളിറ്റികൾ എത്രയും മാക്സിമം ക്വാളിറ്റി കൊടുക്കുക, വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ബിസിനസ്സിൻ്റെ പുതിയ രീതിയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അതിന് എല്ലാവരുടെയും കസ്റ്റമറുടെ ഒക്കെ സഹകരണം ഉണ്ടായിരിക്കണം. അതാണ് ഇപ്പോൾ കസ്റ്റമറുടെ സഹകരണം എങ്ങനെ ഉണ്ടാകും നിങ്ങൾ ചോദിക്കും. കസ്റ്റമറുടെ സഹകരണം എങ്ങനെ ഉണ്ടാകും? കസ്റ്റമറുടെ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകുന്ന കുട്ടികളെ ആ റിവ്യൂ നിങ്ങൾ അതിൻ്റെ നിങ്ങൾ കൊണ്ടുപോകുന്ന കുട്ടികളെ വളർത്തി 1-2 മാസം കഴിയുമ്പോൾ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളും നമ്മളെ ഒന്ന് അറിയിച്ചാൽ നമുക്കത് വളരെ സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു കസ്റ്റമറും, അതായത് കസ്റ്റമർ നമ്മൾ ആ ഒരു ഫാം ഓണേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. വേണ്ട, അടുത്ത ലോഡാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ലോഡ് വന്ന ക്വാളിറ്റി കുട്ടികളാണ് ഇത് 300 കിലോ റേഞ്ച്, അതായത് 300 കിലോ എബോ ഉള്ള കുട്ടികളാണ് ഈ വന്നിരിക്കുന്നത്. ഇത് വീണ്ടും അടുത്ത ലോഡ് വന്നതാണ്. അടുത്ത ലോഡ് വന്ന അതേ ക്വാളിറ്റി. ഇതിൽ ഇപ്പോൾ ആദ്യം കാണിച്ച ചെറിയ കുട്ടികൾ 150 കിലോ മുതലുള്ള കുട്ടികളുടെ അടുത്ത രണ്ടാമത്തെ ലോഡാണ് ഈ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ലോഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ വന്ന രണ്ടാമത്തെ ലോഡാണിത്. ഇതും കസ്റ്റമറുടെ ഏറ്റവും കൂടെ ആവശ്യപ്രകാരമാണ് നമ്മൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള കുട്ടികളെ എടുക്കുന്നത്. വിലയേറ്റ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അടുത്ത മിക്കവാറും ക്രിസ്മസ്, ഓണം എന്നുള്ള കാരണങ്ങളിലാണ് ഈ കുട്ടികളെ ഓരോ ആൾക്കാർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രകാരം 300 കിലോ അവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് 300 കിലോ കുട്ടികളെ കൊണ്ടുവരാൻ കാരണം. ഇപ്പോൾ വന്ന് ഈ കാണുന്ന നിൽക്കുന്ന 3 കുട്ടികൾ ഓൾറെഡി അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ അവർ ബുക്ക് ചെയ്തു. 3 കുട്ടികളെ ഒരു കസ്റ്റമർ വന്ന് 3 കുട്ടികളെ ഒരുമിച്ച് തന്നെ 3 കുട്ടികളെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. നമ്മൾ അടുത്ത വന്ന ലോഡിലുള്ള കുട്ടികളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ക്വാളിറ്റി, അതിൽ ബെറ്ററായിട്ടുള്ള ക്വാളിറ്റിയാണ് ഇതും വന്നിട്ട്. ഓരോ ലോഡിൽ വരുമ്പോഴേക്കും ക്വാളിറ്റികൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225 കിലോ, 230 കിലോ, 250 കിലോ റേഞ്ചിലുള്ള
കുട്ടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ച് വൃത്തിയായി അവർക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾ നൽകി, ആഹാരങ്ങൾ നൽകി, നല്ല ഹെൽത്തി ആയതിനു ശേഷം അവർ സ്റ്റേൺ ആയതിനു ശേഷം നല്ല രീതിയിൽ ഫുഡ് എടുത്ത് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ കസ്റ്റമറിലേക്ക് കൊടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. അത് വരുന്ന കസ്റ്റമർ തന്നെ ആദ്യം ചോദിക്കുന്ന ആഹാരം എടുക്കുമോ, എങ്ങനെയാണ് ഇത്, ആഹാരങ്ങൾ കഴിക്കുമോ, തീറ്റ എടുക്കുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷത്തോടു കൂടി നമുക്ക് അവരുടെ അടുത്ത് പറയാൻ കഴിയും, നല്ലതായിട്ട് സന്തോഷത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും ഇത് തീറ്റ എടുക്കുന്നതാണ്. ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അതായത് നമ്മൾ കൂടുതൽ നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കസ്റ്റമറിലേക്ക് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇത് അങ്ങനെയാണ് അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ കബളിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഞാനും ഒരു ഫാർമറാണ്. ഞാനും പോത്തിനെയൊക്കെ ഞാനും എൻ്റെ ഫാമിലി തന്നെ വളർത്തുന്നുണ്ട്. വളർത്തിയിട്ട് ഞാൻ പെരുന്നാൾ സമയം നിങ്ങൾ ഇതിനുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനും അതേ കണക്ക് കുട്ടികളെ കൊണ്ടുവന്ന് വളർത്തി കൊടുക്കുന്ന ഒരാളാണ്. തീറ്റ കൊടുത്ത് സാധാരണ ഒരു ഫാർമർ എങ്ങനെയാണോ ചെയ്യുന്നത്, അല്ലാതെ കൊണ്ടുവന്ന കുട്ടികളെ അതേമാതിരി കൊടുത്ത് ബിസിനസ് നടത്തുക എന്നുള്ള ഉദ്ദേശമല്ല. ഞാനും വരുന്ന കുട്ടികളെ പിന്നെ 2-3 കുട്ടികളെ ഓരോ ലോഡിൽ വരുന്ന ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ മാറ്റിയെടുത്ത് അങ്ങനെ ഒരു 3-4-5 കുട്ടികളെയൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് നിർത്തി അതും ഒരു വളർച്ച നല്ലൊരു ഗ്രോത്ത് എത്തിയതിന് ശേഷം ഞാൻ കൊടുക്കുന്ന ഒരു ഫാർമറാണ് ഞാൻ. ഇപ്പം നിങ്ങൾ മുന്നുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള വലിയ പോത്തുകൾ ഒക്കെ നിങ്ങൾ കണ്ടു കാണാം. ആ വലിയ പോത്തുകളെ എല്ലാം ഞാൻ ഈ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് 3, 4, 5 മാസമൊക്കെ വളർത്തിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇന്ന് എന്ന് പറഞ്ഞാൽ അടുത്ത ലോഡ് പോകാനായിട്ട് 2 കുട്ടികളെ, ഒരു കുട്ടികളെ വാങ്ങാനായിട്ട് അവർ വന്നതാണ്. അവർ 2 കുട്ടികളെ, ആ കുട്ടികളുടെ ക്വാളിറ്റി കണ്ട് അവരൊന്നും കൂടെ സെലക്ട് ചെയ്താണ് അവരെ എടുത്തുകൊണ്ട് പോകുന്നത്. അതേ കണക്ക് തന്നെ ഓരോ കസ്റ്റമർ വരുമ്പോഴത്തേക്കും 1 കുട്ടി 2 കുട്ടി വേണമെന്ന് പറയുന്നവർ വന്ന് കണ്ടു കഴിയുമ്പോൾ അവർ ഒന്നിൽ കൂടുതൽ കുട്ടികൾ അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൺഫ്യൂഷനാണ്. ഇപ്പം നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് കുട്ടികളെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. അവർക്കെല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ രീതിയിലുള്ള കുട്ടികളാണല്ലോ, എല്ലാ ഹൈറ്റും അവർ തന്നെ പറയുന്നുണ്ടോ, ഏത് കുട്ടികളെ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ കസ്റ്റമറിന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. എല്ലാം ഒരേ ഇടനീളവും ക്വാളിറ്റിയും പൊക്കവും ഒക്കെ ആണല്ലോ, ഏത് കുട്ടികളെ നമുക്ക് എടുക്കാം. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഓടി നടക്കേണ്ട ഒരു കാര്യമില്ല. അത്ര ക്വാളിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഇപ്പോൾ തീറ്റയൊക്കെ കഴിഞ്ഞ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാമിലുള്ള വേറെ മറ്റ് സെഷനിലുള്ള കുട്ടികളാണ്. ഇവരെയൊക്കെ പാടത്തൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികളാണ്. അവർ തീറ്റയെല്ലാം കഴിഞ്ഞ് വന്ന് തീറ്റ കൊടുക്കേണ്ട ഒരു സമയമായിട്ട് നിൽക്കുകയാണ്. അതാണ് അവരെ പുറത്തൊക്കെ കുറച്ച് ചെളി. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വന്ന ലോഡിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ പുല്ലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലുവിനെ നമുക്ക് അറിയാം. അല്ലുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഫാമിലെ കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലുവിന് അത് ഒരു നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അല്ലുവിൻ്റെ പ്രയത്നം. പിന്നെ നമ്മൾ പുൽകൃഷി, മുമ്പേ പറഞ്ഞ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പുല്ല് നമ്മൾ നട്ടിട്ട് പുല്ല് കമ്പെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പുല്ല് കൃഷി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പാടത്ത് തന്നെ പുൽകൃഷി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കമ്പുകൾ നമ്മൾ പുല്ല് മറ്റുള്ളവരുടെ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ ആ പുല്ലിൻ്റെ കമ്പെടുത്ത് ബാക്കി പോത്തുകുട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ശേഖരിച്ചിട്ടിരിക്കുകയാണ്. ആ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന നമ്മൾ കണ്ട ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നത് പുല്ലിൻ്റെ കമ്പുകൾ ശേഖരിച്ച് അതിൻ്റെ സ്റ്റമ്പുകൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ പാടത്ത് പുൽകൃഷി നടക്കുന്നുണ്ട്. ആ പാടത്തേക്ക് നമുക്ക് പോയി നമ്മളെങ്ങനെയാണ് നമുക്കുള്ള പാടത്ത് ഇപ്പോൾ ഗ്രോത്തും പുല്ലുകൾ കിളിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമുക്കുള്ള വ്യൂവേഴ്സിന് അറിയാൻ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. നമ്മൾ മുന്നുള്ള വീഡിയോയിൽ പുല്ല് നടുന്ന ഒരു ഭാഗം ഇന്ന് വൈകിട്ട് വീണ്ടും ഒരു കുട്ടിയെ നമ്മൾ കൊടുത്തിരുന്നു. ആദ്യം ഫസ്റ്റ് നമ്മൾ വന്നിരുന്ന ലോഡിലുള്ള ഒരു കുട്ടിയെ നമ്മൾ വൈകിട്ട് വേണ്ട ഒരു കുട്ടിയെ അവർ പോകുന്നുണ്ട്. വീണ്ടും ഒരു കുട്ടിയെ അവർക്ക് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും 2, 3, 4, 5, 10 കുട്ടികളെ ഓരോ ദിവസവും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് പാടത്തേക്ക് നമുക്ക് പോകാം. പാടത്ത് നമ്മൾ പോയി ഒരു മുമ്പേ നട്ട പുല്ലുകളൊക്കെ നല്ല ഗ്രോത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ കളപ്പോച്ചകളൊക്കെ ഉണ്ട്. ആ കളപ്പോച്ച നമ്മൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പുല്ലുകൾ നമ്മളെ പോത്തുകുട്ടന്മാർക്ക് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ആ കളപ്പുല്ലുകളും അതിൻ്റെ
കൂട്ടത്തിൽ നമ്മൾ നിർത്തിയിരിക്കുന്നത്. അത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ പോത്തുകുട്ടന്മാർക്ക് കൊടുക്കാം. നമ്മൾ വെള്ളം കാണിച്ച് നമ്മൾ തോടാണ് അത്. അവിടെ ഇത്രയും ഏരിയയിലാണ് നമ്മളിപ്പോൾ പുല്ല് നട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 4 അടിയോളം ഉയർച്ചയിൽ ഇപ്പോൾ വളർന്നിട്ടുണ്ട്. ഇനിയും ആ ദൂരത്തിൽ കാണുന്ന ഇതിന് കുറേ വളമിടുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി ഒരു മഴയും കൂടെ നമുക്ക് കിട്ടി. ഇപ്പോൾ മഴ ഒരാഴ്ച കൊണ്ട് നമുക്ക് മഴ കുറവാണ്. അപ്പോൾ നമുക്ക് ഇനി അതിന് വളമിടേണ്ട ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് നല്ല ചിക്കി ഇത് വീണ്ടും മറ്റൊരു സൈഡ് ആ പാടത്തിൻ്റെ മറ്റൊരു സൈഡിൽ നമ്മൾ പുല്ല് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനി പുതിയ വീഡിയോകൾ നമുക്കുള്ള ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുല്ല് നടുന്നതിൻ്റെ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഇപ്പോൾ. ഇത് തടമെടുത്ത് ചെത്തി പാടത്തൊക്കെ നമ്മളെ പാടത്ത് നല്ല ഈ മഴയൊക്കെ പെയ്ത് നല്ല പുല്ലൊക്കെ ആയതുകൊണ്ട് കാടും ഒരുപാട് പുല്ലുകളൊക്കെ ആയി അതെല്ലാം ചെത്തി വൃത്തിയാക്കിയാണ് നമ്മൾ പുല്ല് നടാൻ കഴിയുള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ കൂലി ചിലവുകളെല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾ നമ്മൾ അതിന് വേണ്ടി ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ അധികമായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.